ആകെ പ്രശ്നമായിരിക്ക. നിന്റെ വീട്ടുകാർ അച്ചാമ്മയെ പിടിച്ചോണ്ട് പോയി. നിന്നെ അവിടെ എത്തിച്ചില്ലെങ്കിൽ അച്ചാമ്മയെ ജീവനോട് വെച്ചേക്കില്ലെന്നാണ് അവർ പറയുന്നത്. കുറച്ച് ദിവസം ലീവ് എടുക്കാൻ വേണ്ടി അവൻ കോളേജിലേക്ക് പോയിരിക്കുക. കർത്താവേ, അവൻ വരാൻ വയ്യാൽ അവർ അച്ചാമ്മയെ. ജോൺ സക്രിയ ആഗ്രഹിച്ചതൊന്നും നടക്കാതെ പോയിട്ടില്ല. ഒരിക്കൽ നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. നിന്നെ സ്വന്തമാക്കാൻ ഞാൻ നിന്റെ കാൽച്ചുവട്ടിൽ വന്നു, ഒരു പട്ടിയെ പോലെ. പക്ഷേ നീയും നിന്റെ മാപ്പിളാച്ചായനും കൂടി എന്നെ ആക്ഷേപിച്ച് ഇറക്കി വിട്ടു. എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും നിന്നെ എന്റെ കയ്യിൽ കിട്ടുമെന്ന്. ഇരുപ്പും കുടിച്ചുകയും തീർത്ത് ഞാൻ ആ കടം വീട്ടും. കൊല്ലല്ലടാ, ഇച്ചിരി ജീവൻ വെച്ചേക്ക്. അവന്മാര് വരുമ്പോ തിരിച്ചു കൊടുക്കാനുള്ളതാ. ഒരു പുണ്യ പ്രവൃത്തി. ആ വാദ്യാരം ഒറ്റയ്ക്കാണല്ലടാ വരണത്. നമ്മുടെ കൊച്ചില്ലേ? എവിടെയാ ഞങ്ങളുടെ പെങ്ങള്? അടിച്ചു പൊളിക്കണ ശരിയാക്കാ. തന്നിച്ചാ പെരുക്ക്. കുരങ്ങിന്റെ ജന്മം അങ്ങോട്ട് കയറിപ്പോ. ചോർന്നു ചോർന്നു ചോർന്നു. അത്
ചേട്ടാ അല്ല ഞാൻ അയച്ചു തരാട്ടാ കറിയുന്ന അച്ഛാവൻ ചേച്ചി കറിയുന്ന എല്ലാരും അവരെയാ വാ വേണ്ടി വന്നാൽ കൊന്നു കൊലവിളിക്കാൻ കാട്ടുങ്ങളെ ആമ്പിള്ളാർക്കറിയാം. പക്ഷേ കർത്താവിന്റെ പ്രമാണങ്ങൾ തെറ്റിക്കാൻ വയ്യാത്തതുകൊണ്ട് കൊല്ലുന്നില്ല. പള്ളി അറിഞ്ഞു പട്ടക്കാരുടെ മുമ്പിൽ വെച്ച് നിന്റെ മകളുടെ കഴുത്തിൽ എന്റെ അനിയൻ താലി കെട്ടും. തടയാങ്കിൽ തടഞ്ഞു നോക്കണം. ഇല്ലേ? വഴക്കുണ്ടാക്കാൻ വന്നതല്ല, മാപ്പ് പറഞ്ഞ് പൊരുത്തപ്പെടാൻ വന്നതാ. മാപ്പ് മാപ്പ് ആകെയുള്ളൊരു പെൺതിരിയ കോഴിപ്പള്ളിയിൽ ഒരു പന്തലൊരുക്കിയിട്ട ഞങ്ങൾ വന്നിരിക്കുന്നത്. കെട്ട് നടക്കട്ടെ ചോ. അമ്മച്ചി സൂക്ഷിച്ച്. എല്ലാരുടെയും കൂടി ഒരു ഫോട്ടം പിടിക്കടാ. ഇനി എല്ലാരും കൂടി കോഴിപ്പള്ളിയിലേക്ക്, അവിടെ നിന്ന് ഊണും കഴിഞ്ഞ് കാട്ടുങ്കലേക്ക് പുറപ്പെടാം. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ദേ വണ്ടി റെഡി. അയ്യോ,